തന്നെ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ വലിയ അടി പൊട്ടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം വിവിധ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതിനകത്ത് ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ സമ്മേളന പ്രതിനിധികൾ വല്ലാതെ ചർച്ചാ വിഷയമാക്കുന്നു എന്നുള്ളതാണ്. ഇത് നേതൃത്വത്തിന് വലിയ തലവേദനയാവുന്നുണ്ട് എന്നതാണ് കാര്യം. ദിവ്യയെ നേതൃത്വം സംരക്ഷിച്ചില്ല, ബലിയാടാക്കി എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. മറുഭാഗത്ത് ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷ ഭാര്യയും ഒക്കെ പോയിട്ട് സഹായം ചെയ്ത് കൊടുക്കുകയാണ് എന്ന് മറുഭാഗം വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വം. എന്തായിരിക്കും ഇവർക്ക് ഇതിൽ പറയാൻ പറ്റുക? അല്ലെങ്കിൽ ദിവ്യയെ പാർട്ടി തള്ളിപ്പറയേണ്ടി വരുമോ? സാധ്യത ഇല്ലാതില്ല. കാരണം ജില്ലാ സമ്മേളനത്തിൽ ദിവ്യക്കെതിരെ വിമർശനമുയർന്നു, പിണറായി ഒറ്റപ്പെട്ടു. പിണറായി മാത്രമല്ല, ദിവ്യയ്ക്ക് സംരക്ഷിക്കാൻ ഒപ്പം നിന്നവരൊക്കെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, വീണാമണി എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അന്വേഷണ വിധേയമാക്കിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടി പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലെ വ്യക്തത പാർട്ടി തന്നെ വരുത്തേണ്ടതുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിന് ദിവ്യയെ സംരക്ഷിച്ചു? നവീൻ ബാബു പാർട്ടി അനുഭാവിയായ ഒരാളായിരുന്നു, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം പാർട്ടി അനുഭാവിയായ ഒരു കുടുംബമാണ്. എന്നിട്ടും ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് എന്തിന് സ്വീകരിച്ചു എന്നാണ് പത്തനംതിട്ടയിലെ നല്ലവരായ സഖാക്കൾ ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർത്തിയത്. അപ്പോഴാണ് ഗോവിന്ദൻ സഖാവ് പറയുന്നത്, പത്തനംതിട്ടയിലെ പല സഖാക്കന്മാരും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള, അനധികൃതമായി ചില സമ്പാദ്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പേര് പുറത്തു പറയാത്ത പല ആളുകളും ഞങ്ങൾക്ക് കത്തിലൂടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ദിവ്യക്കെതിരെ പറഞ്ഞ സഖാക്കളാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ജില്ലാ സമ്മേളനത്തിൽ ദിവ്യക്കെതിരെ ആരൊക്കെ വാ തുറന്നിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ ഉടനടി നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ വീണാമണിയും മഞ്ജുഷയും നിങ്ങളിവിടെ നടപടിയൊക്കെ എടുത്തോ, ഗോവിന്ദൻ അറിഞ്ഞു കളിച്ചോ, പിണറായി അതുക്കും മേലെ നിന്ന് കളിച്ചോ, ഇനി ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചിരുത്തി കളിപ്പിച്ചോ. ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മഞ്ജുഷ നൽകിയ ഹർജിയിൽ കോടതി തീർപ്പാക്കിയത് തെളിവുകൾ സൂക്ഷിക്കുക. കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് CCTV ദൃശ്യങ്ങൾ, പ്രശാന്തന്റെ, ദിവ്യയുടെ, കളക്ടറുടെ ഫോൺ കോളുകൾ ഒക്കെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കണം. ഡിജിറ്റൽ തെളിവുകളൊന്നും നഷ്ടപ്പെടുത്തരുത്, അതെല്ലാം ശേഖരിച്ച് വയ്ക്കണം എന്നുള്ള ആദ്യ അടി കോടതിയുടെ ഭാഗത്ത് നിന്ന് സഹാക്കന്മാർക്ക് കിട്ടി. ഇനി എന്താണ്? CBI അന്വേഷണം വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോടതി ഇക്കാര്യങ്ങൾ ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തെളിവുകൾ സംരക്ഷിക്കണം. നാളെ ഞാൻ ചോദിക്കുമ്പോൾ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് കാണിച്ചു തരാം എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്തരം രീതി നിലനിൽക്കുമ്പോൾ തന്നെ മഞ്ജുഷ പറഞ്ഞ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് മഞ്ജുഷ പറഞ്ഞതിൽ കൃത്യമായ നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഞാൻ ഇതിനിടയിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് MV ഗോവിന്ദന്റെ വിമർശനം. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ CPIM തിരുവല്ല ഏരിയ കമ്മിറ്റിക്ക് താക്കീതുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഭാഗീയ പ്രവർത്തനം അനുവദിക്കില്ല എന്നും തിരുവല്ലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല എന്നും പണസമ്പാദന പ്രവണത നേതാക്കൾക്കിടയിൽ വർദ്ധിക്കുന്നുവെന്നും ഈ ജില്ലാ സമ്മേളനത്തിൽ ഗോവിന്ദൻ പറഞ്ഞു. തിരുവല്ല വിഭാഗീയതയുടെ തുരുത്തായി മാറി. നല്ല കേഡർമാർ പാർട്ടി ഉപേക്ഷിച്ചു പോവുകയാണ്. മൂല്യശോഷണം സംഭവിച്ചവർക്ക് പാത എളുപ്പമാകുന്നു. പാർട്ടി ആൾക്കൂട്ടമായി മാറി. പാർട്ടിയുടെ മെറിറ്റും മൂല്യങ്ങളും അട്ടിമറിക്കുന്ന പ്രവർത്തനം ജില്ലയിൽ നടക്കുന്നുണ്ട്. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ ഒട്ടേറെ പരാതികൾ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട്. പേര് വയ്ക്കാത്ത പരാതികളാണ് പലതും ലഭിക്കുന്നത്. അതുകൊണ്ട് ഭയം കൊണ്ടാണ് പലരും പേര് വയ്ക്കുന്നില്ല എന്നും കത്തിൽ പറയുന്നു എന്നാണ് ഗോവിന്ദൻ പറയുന്നത്.
263 പ്രതിനിധികളും 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിനിടയിലാണ് ഈ പിന്നെ ഗോവിന്ദൻ സഹാവിൻ്റെ ഈ പണസമ്പാദന രീതിയിൽ പല സഹാക്കളും പോകുന്നു. ആ സഹാക്കളൊക്കെ നവീൻ ബാബുവിനെ അനുകൂലിച്ച സഹാക്കളാണ്, ദിവ്യയെ ഇകഴ്ത്തിയ സഹാക്കളാണ്. ഇവറ്റകളെ ഒന്നും ഞങ്ങൾ വച്ചുപറപ്പിക്കില്ല, പാർട്ടിയിൽ നിന്ന് ഉടനെ തരം താഴ്ത്തൽ, വെട്ടിവീഴ്ത്തൽ, പുറത്താക്കൽ, ഇതിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണെന്നുള്ള സൂചന തരികയാണ്. അതായത് ദിവ്യയെ തൊട്ടാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, അതാണ് ഗോവിന്ദൻ സഹാവിൻ്റെ നയം. അല്ല, അവിടെ ഒരു സംശയം, ഈ നല്ല സഖാക്കളൊക്കെ പാർട്ടി വിട്ട് പോവുകയാണ്, പാർട്ടി ആൾക്കൂട്ടമായി മാറുന്നു, മൂല്യ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് സഖാവ് പറയുന്നത്. അല്ല, ഇത് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ പാർട്ടി ബ്രാഞ്ചിലേക്കൊക്കെ വരുന്ന ആളുകൾ ഈ അഗ്നിക്ക് കൈവച്ച് ഈ പ്രതിജ്ഞയൊക്കെ എടുക്കണമായിരുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം ഈ ഗോവിന്ദ മാഷ് പറയുന്നത് പഴയ മൂല്യങ്ങൾ പഴയ മൂല്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ബ്രാഞ്ച് മുതൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഇവിടം വരെ എല്ലാം നല്ല മൂല്യമുള്ള കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ആളുകളെ കൊണ്ടുവരണം, അതിലേക്ക് അടുപ്പിക്കണം, പാർട്ടി ശക്തിപ്പെടുത്തണം, ജനകീയ ബന്ധങ്ങൾ ഉണ്ടാവണം, അമിതമായ ധനമോഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളെ കൊണ്ടുവരണം, ഒരു തരത്തിലുള്ള അഴിമതി നടത്താൻ പാടില്ല. എന്നിട്ട് ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള നേതാക്കന്മാർക്ക് മാത്രം എല്ലാ അഴിമതിയും നടത്താം, എല്ലാ പ്രശ്നങ്ങളും ചെയ്യാം, എന്തും ചെയ്യാം. അതിന് ബദലായി നിങ്ങൾ പുറത്ത് ഉണ്ടാവണം. ഞങ്ങളിത് നടത്തണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള നല്ല ആളുകളെ താഴെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഗതി കിട്ടാതെ എന്ത് ചെയ്യണം, ഒരു 5 പൈസയ്ക്ക് ഗതി ഇല്ലാതെ കടത്തിന് മേൽ കടവുമായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, അതെ, ഞങ്ങളെപ്പോലുള്ള മുകൾ തട്ടിലുള്ള ആളുകൾക്ക് ഈ കമ്മ്യൂണിസം പറയാനും വിപ്ലവം പറയാനും അതിൻ്റെ ഉള്ളിൽ കൂടി പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി കടത്താനും ഒക്കെ പറ്റുകയുള്ളൂ. പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി അഴിമതി നടത്താൻ CPM കഴിച്ച ആളുകളുള്ളൂ. ഏത് ലെവലെടുത്ത് നോക്കിയോ, ഒരു സംഗതി പോലും നിങ്ങൾക്ക് പുറത്തെ പിടുത്തം കിട്ടില്ല. പ്രത്യക്ഷത്തിലല്ല, പരോക്ഷമായി ഒരാളെ കൊല്ലാനും CPM മാത്രമേ പറ്റൂ. വന്നിരുന്ന് യാത്രയപ്പ് ചടങ്ങിൽ പരോക്ഷമായി ഒരാളെ അവഹേളിച്ചുകൊണ്ട് അയാളെ തീർത്ത് കളഞ്ഞില്ലേ, അതും CPM പറ്റൂ. CPM പറ്റുന്ന കാര്യങ്ങളൊന്നും മറ്റൊരു പാർട്ടിക്കാർക്കും അവരെ തല കുത്തി നിന്നാലും പറ്റില്ല. ഇന്നലെ തന്നെ ഈ വാർത്തയുമായി ബന്ധമില്ല, പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നതിന് ശേഷം, വിധിയല്ല, കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷമുള്ള ഏത് നേതാവിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നേതാവ് പറഞ്ഞു CPM ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം പോലും കേരളത്തിൽ നടന്നില്ല. LDF കൺവീനർ ഒരു 5-6 എണ്ണം അങ്ങോട്ട് പറഞ്ഞു തരട്ടെ സഹാവേ, സഹാവ് നിന്നടത്ത് നിന്ന് ഓടിത്തള്ളും. 5-6 എണ്ണം പറയണ്ട, KK രമയുടെ അടുത്തൊന്ന് പോയാൽ മതി, KK രമ പറഞ്ഞു തരും സ്വന്തം പ്രാണനായ ഭർത്താവിനെ TP ചന്ദ്രശേഖരനെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ളത്. 1-2 അല്ല, 52 വെട്ടി കുലം കുത്തി എന്ന് വിളിച്ച് കൊന്നത് എങ്ങനെയാണ് എന്നുള്ളത് രമ പറഞ്ഞു തരും. ഈ ശുക്കൂറിനെയും ഫസലിനെയും ഒക്കെ കൊന്നിട്ട് ഫസൽ വധത്തിന് ശേഷം ആ വാള് വെട്ടിയ കത്തി RSSന്റെ കാര്യാലയത്തിൽ കൊണ്ടുപോയിട്ടു. തിരിച്ച് NDFുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും കൊന്നപ്പോൾ TP ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് മാഷാള്ള സ്റ്റിക്കർ വെച്ചു. ഇത് ശുക്കൂറിനെ കൊന്നത് P ജയരാജനെ എതിരെ പ്രതിഷേധിച്ചു എന്നതുകൊണ്ട് ഒരു പറ്റം ആളുകൾ ചേർന്ന് ഒരു ഗ്രാമത്തിലിട്ട് മുട്ടുകുത്തി നിർത്തിച്ച് നടുക്ക് നിന്ന് വിചാരണ നടത്തി. അതായത് ഒരു പറ്റം ആളുകൾ വിചാരണ നടത്തുകയാണ്, വിചാരണ നടത്തിയിട്ട് കഴുത്തറുത്തു എന്നാണ് പറയുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതകം ഏതാണെന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ വധക്കേസോ, ഫസൽ വധക്കേസോ, ജയകൃഷ്ണൻ വധക്കേസോ, മനോജ് വധക്കേസോ ഒന്നുമല്ല, ശുക്കൂർ വധക്കേസാണ്. ആ ചെറിയ 22-23 വയസ്സുള്ള ചെറിയ ഒരു മെലിഞ്ഞ ഒരു ഉമ്മയുടെ മകനെ ഇവർ കൊണ്ടുപോയി ഒരു വയലിൻ്റെ നടുക്ക് നിന്നാണെന്ന് തോന്നുന്നു വിചാരണ നടത്തി. CPMന്റെ ജില്ലാ സെക്രട്ടറിയെ തടഞ്ഞു എന്ന വിചാരണ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ആ കുറ്റപത്രത്തിൽ. അങ്ങനെ വിചാരണ നടത്തി കൊന്ന ഈ ഒരു പ്രസ്ഥാനം, ഇതൊക്കെ കമ്മ്യൂണിസം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ധനിക്ക് തുടരാം. അല്ല, നമുക്ക് അവസാനിപ്പിക്കാം. TP ദിവ്യയെ എതിർത്താൽ പാർട്ടിയിൽ നല്ല സഹാക്കന്മാരും ഉണ്ടാകില്ല. അതുകൊണ്ട് സഹാക്കന്മാരെ നിങ്ങളുടെയൊക്കെ പേരിൽ പെണ്ണ് കേസും അവിഹിത കേസും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ മിണ്ടാതിരിക്കുക. മഞ്ജുഷയ്ക്ക് അറിയാം മഞ്ജുഷയുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയവരെ എന്ത് ചെയ്യണം, നിയമത്തിൻ്റെ നടപടിയിൽ ഏത് വഴിക്ക് പോകണമെന്നുള്ളത്. ഒപ്പം വീണാമണിയുമുണ്ട്. വീണാമണി AKG സെൻറ്ററിലേക്ക് കയറിപ്പോകുന്ന ദിവസം വിദൂരമല്ല. അത് മറ്റൊന്നിനുമല്ല, അവർ കൃത്യമായി ആ CCTV ദൃശ്യങ്ങൾ എവിടെ, തെളിവുകൾ എവിടെ എന്ന് ചോദിക്കാൻ അവർ പോകുന്ന ദിവസം വിദൂരമല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായും വെച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത്.